ഒരു സ്ഥാപനത്തിലെ HR മാനേജറുടെ ഉത്തരവാദിത്തം എന്താണ്? ജീവനക്കാരുടെ റിക്രൂട്ട്മെൻറ്റ് മാത്രമല്ല, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്യണം. ലൈംഗിക ചൂഷണം ഉണ്ടായെന്ന് പരാതി കിട്ടിയാൽ നടപടി സ്വീകരിക്കണം. എന്നാൽ മഹാരാഷ്ട്ര നാസിക്കിലുള്ള TCSന്റെ HR മാനേജർ നിദാ ഖാൻ ചെയ്തതും റിക്രൂട്ട്മെൻറ്റാണ്. മറ്റൊരു മതത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്. ജീവനക്കാർ ചൂഷണത്തിനിരയായപ്പോൾ അവർ കുറ്റകരമായ മൗനം പാലിച്ചു. ടാറ്റ കൺസൾട്ടൻസി സർവീസസിലെ മതപരിവർത്തനത്തിൻ്റെ മുഖ്യ ആസൂത്രക നിധി എന്നാണ് കണ്ടെത്തൽ. കേസിൽ ഒളിവിലായിരുന്ന ഈ യുവതി കൂടി അറസ്റ്റിലായതോടെ ഇതുവരെ പിടിയിലായവരുടെ എണ്ണം 8ആയി. ഇതിന് പിന്നിൽ മറ്റ് വിദേശ ബന്ധങ്ങളോ സാമ്പത്തിക ഉറവിടങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വിവിധ അന്വേഷണ ഏജൻസികളുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. ലൈംഗിക ചൂഷണം, മാനസിക പീഡനം, മതപരമായ വിവേചനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് TCS കേന്ദ്രം നിരീക്ഷണത്തിലായത്. മഹാരാഷ്ട്ര നാസിക്കിലുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസസിലെ മതപരിവർത്തന കേസ് NIAയ്ക്കും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനും കൈമാറിയേക്കുമെന്നാണ് സൂചന. നിലവിൽ നാസിക് പോലീസ് അന്വേഷിക്കുന്ന കേസിൽ ഇതുവരെയും 8 പേരാണ് പിടിയിലായത്. HR മാനേജർ നിദാ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു മതപരിവർത്തനമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ലൈംഗിക അതിക്രമ പരാതികളിലും അന്വേഷണം നടക്കുകയാണ്. സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർ നൽകിയ പരാതികളെ തുടർന്ന് നിദാ ഖാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു. ലൈംഗിക പീഡനം, മാനസിക പീഡനം, മതപരമായ വിവേചനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ തുടർന്നാണ് TCS കേന്ദ്രം നിരീക്ഷണത്തിലായത്. ഇതിന് പിന്നിൽ മറ്റ് വിദേശ ബന്ധങ്ങളോ സാമ്പത്തിക ഉറവിടങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വിവിധ അന്വേഷണ ഏജൻസികളുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് കമ്പനി ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട്. A total 9 cases of attempt to religious conversion, sexual harassment at workplace, religious harassment at workplace have been registered in Nashik City Police. One male complainant has filed his complaint regarding attempt to religious conversion, rape under the pretext of giving a job and false promise of marriage, and also atrocity act. One accused, Nidha Khan, is accused in only one case of religious harassment. The second accused, Ashwini Chenani, was an operations cum HR head of the unit, and she is charged with when the victim went to her, she has dissuaded her or discouraged her from giving a complaint, saying that these things happen, and she has sided with the accused. വർഷങ്ങളായി തുടരുന്ന ലൈംഗിക അതിക്രമങ്ങളും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് 8 വനിതാ ജീവനക്കാരാണ് പരാതിയുമായി മുന്നോട്ട് വന്നത്. ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കാനും താല്പര്യമില്ലാത്ത മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ജീവനക്കാരെ നിർബന്ധിച്ചിരുന്നതായി ആരോപണങ്ങളുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് 9 FIRകളാണ് പോലീസ് ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു പുരുഷ ജീവനക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടായ മതപരമായ പീഡനവും നിർബന്ധിത മതപരിവർത്തന ശ്രമവും സംബന്ധിച്ച പരാതിയും ഉൾപ്പെടുന്നു. അറസ്റ്റിലായ 7 പുരുഷ ജീവനക്കാരും മിക്ക കേസുകളിലും കൂട്ടുപ്രതികളാണ്. ടീം ലീഡർമാരെ പോലെയുള്ള ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. സഹപ്രവർത്തകരെ ഉപദ്രവിക്കാൻ ഈ പദവികൾ അവർ ദുരുപയോഗം ചെയ്തിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. HR മാനേജരായ നിദാ ഖാനെ ജോലിസ്ഥലത്തെ അതിക്രമങ്ങളും പീഡനങ്ങളും സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് അറസ്റ്റ് ചെയ്തത്. HR മാനേജർ എന്ന നിലയിൽ ജീവനക്കാരുടെ പരാതികൾ പരിഹരിക്കാനും ലൈംഗിക പീഡനം തടയുന്നതിനുള്ള നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും അവർക്ക് ഉത്തരവാദിത്തമുണ്ടായിരുന്നു. അതിനാൽ തന്നെ നിദയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗൗരവകരമാണെന്ന് പോലീസ് പറയുന്നു. സംഭവത്തെക്കുറിച്ച് ആദ്യമായി പരാതി നൽകാനെത്തിയ യുവതിക്ക് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാൻ ഭയവും മടിയും ഉണ്ടായിരുന്നു. എന്നാൽ പോലീസിന്റെ പിന്തുണയ്ക്കും കൗൺസിലിംഗിന് ശേഷമാണ് ഇവർ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതിനുശേഷമാണ് കൂടുതൽ ഇരകൾ പരാതിയുമായി രംഗത്തെത്തിയത്. ഇതാണ് കേസിൽ 1ലധികം FIRകൾ ഉണ്ടാകാൻ കാരണമായതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. പ്രതികൾക്ക് മറ്റ് രാജ്യങ്ങളിലെ ഏതെങ്കിലും സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നും ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടിംഗ് ലഭിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കാൻ പോലീസ്, സ്റ്റേറ്റ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്, ഭീകരവിരുദ്ധ സേന, NIA തുടങ്ങിയ ഏജൻസികളുടെ സഹായവും തേടിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിനനുസരിച്ച് കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ശുചീകരണ തൊഴിലാളികൾ എന്ന പേരിൽ ക്യാമ്പസിനുള്ളിൽ പ്രവേശിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയതും പ്രതികളെ പിടികൂടിയതും.
ജീവനക്കാരുമായി ആശയവിനിമയം നടത്താനും പരാതികൾ പ്രോത്സാഹിപ്പിക്കാനും ഒരു വനിതാ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറെയും വനിതാ ഉദ്യോഗസ്ഥരെയും ഓഫീസിൽ നിയോഗിച്ചിട്ടുണ്ട്. ജീവനക്കാരെ മതപരിവർത്തനം ചെയ്യിപ്പിച്ചതായി കണ്ടെത്തിയതോടെ നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസസിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. നാസിക്കിലെ BPO സെന്ററിലെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ തീരുമാനമായി. മറ്റു വിഭാഗങ്ങളിലെ ജീവനക്കാരോട് വർക്ക് ഫ്രം ഹോമിലേക്ക് മാറാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.